ഹായ്, ഞാൻ സ്മിത. അപ്പോൾ വിഷു ഓൾമോസ്റ്റ് ഇങ്ങനെ അടുത്തു. അപ്പോൾ എല്ലാവരുടെയും കൺസേൺ എന്ന് പറയുന്നത് നല്ല ബ്ലൗസ് സ്റ്റിച്ചിങ് എവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതുവരെ അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ഒന്നും ഷെയർ ചെയ്തിട്ടില്ല. കാരണം വി ഹാവ് എ ലോഡ് ഓഫ് കസ്റ്റമേഴ്സ് ഹു ട്രസ്റ്റ് ഇൻ അസ്. അപ്പോൾ ഒരു കസ്റ്റമർ പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പുള്ളിക്കാരി പറഞ്ഞു, സ്മിത ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ലെറ്റ് മീ ഷെയർ. അപ്പോൾ ഇത് നമ്മൾ വിഷുവിൻ്റെ ഒരു സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്ലൗസാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൻ്റെ നമ്മളിങ്ങനെ മുകളിലൊരു കെട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എന്ന് പറഞ്ഞാൽ എലാസ്റ്റിക്കാണ്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് നിങ്ങളൊന്ന് വണ്ണം കുറഞ്ഞാലോ കൂടിയാലോ ഒന്നും പ്രശ്നമില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് ക്യാരി ചെയ്യാൻ പറ്റും. അപ്പോൾ നാട്ടിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ഡിസൈനർ ബ്ലൗസസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഡിസൈനർ ബ്ലൗസസ് മാത്രമല്ല, നമ്മൾ കുട്ടികളുടെ ഔട്ട്ഫിറ്റ്സ്. അപ്പോൾ ഇത് ഞങ്ങൾ ഒരു കുഞ്ഞ് മോൾക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് വരുന്നത് ഇതാ ഇങ്ങനെയാണ്. ടൈപ്പാണ്. ഇതാ ഇങ്ങനെയാണ് വരിക. ടോപ്പ് കഴുത്തിലിങ്ങനെ കെട്ടുന്ന രീതിയിലാണ് വരിക. ഭയങ്കര ക്യൂട്ടാണ്. അപ്പോൾ വിഷുവിന് ഡിഫറെൻ്റ് ആയിട്ട് ഹോൾട്ടർ നെക്കായിട്ട് ഒക്കെ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾക്കിത് ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സിൻ്റെ കൂടെയും നമ്മളൊരു ഹെഡ് ബോ കൊടുക്കുന്നുണ്ട്. ഇത് ഈ ഡ്രസ്സിൻ്റെ അല്ല, വേറെ ഡ്രസ്സിൻ്റെ ആണ്. അപ്പോൾ ഇതുപോലെ സെറ്റായിട്ടാണ് നമ്മൾ കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഇതാ വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രോപ്പ് ടോപ്പ്. ഇപ്പോൾ ടീനേജേഴ്സിനൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പാവാടയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പട്ടുപാവാട പോലെ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം വിഷുവിന് ഇങ്ങനെയൊരു ടോപ്പും പിന്നെ ഇതിന് മാച്ചായിട്ടുള്ള ഗോൾഡൻ സ്കേർട്ടും നമുക്ക് പ്രിഫർ ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മുടെ സ്റ്റിച്ചിങ് നോക്കുകയാണെങ്കിൽ ഇതുണ്ടോ, ഇപ്പോൾ സ്റ്റിച്ചിങ് നമ്മൾ വളരെ പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആയിരിക്കും. ഇപ്പോൾ ഇൻസൈഡ് ഔട്ട് ഇഫ് യു ക്യാൻ സീ ദ ഫിനിഷിങ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. അപ്പോൾ ബ്ലൗസ് നമ്മുടെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവമാണ്. നമ്മുടെ അടുത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നത് ബ്ലൗസ് സ്റ്റിച്ചിങ്ങിനാണ്. പിന്നെ നമ്മൾ ചെയ്യുന്ന ഇതുപോലെ റീഡിസൈനിങ്. അപ്പോൾ ഇത് ഒരു കസ്റ്റമർ കൊണ്ടുവന്ന് അവരുടെ ഗിഫ്റ്റ് കിട്ടിയ എന്തോ ഒരു അച്ഛൻ്റെ മുണ്ടാണ് കേട്ടോ. ഇത് മറ്റേ ധോത്തി ആയതുകൊണ്ട് നല്ല ലെങ്ത്തും സംഭവമൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ ഇതുകൊണ്ട് ഇത് ബാലൻസ് വന്ന ഫാബ്രിക്കാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ചെയ്തത്. ഇത് നമ്മളുടെ ഒരു വളരെ ഡിയർ ആയിട്ടുള്ള കസ്റ്റമറാണ്, നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ചെയ്തതാണ് ഈ ഒരു ഓവർലാപ്പായിട്ട് വരുന്ന ഇങ്ങനെയാണ് ഇതിൻ്റെ ടോപ്പ് വരിക. സ്ലീവ് ഇങ്ങനെയൊരു പഫ് കൊടുത്തിട്ടുണ്ട്. ഇത് പുള്ളിക്കാരി ഇട്ട ഫോട്ടോസ് ഞാൻ പിന്നീട് ഇടാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിൻ്റെ വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതാ കണ്ടോ. അപ്പോൾ ആ ഒരു മുണ്ടാണെന്ന് എന്തായാലും അത് നോക്കാണ്ട് കഴിഞ്ഞാൽ പറയില്ല. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ പുള്ളിക്കാരി ചെയ്തു കൊടുത്തത് ഈ ഒരു ഫ്ലെയർഡ് ആയിട്ടുള്ള പാൻസാണ്.